ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇത് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 2 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ വ്യാസഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നതിനെയാണ് ഭട്ടതിരിപ്പാട് 10 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവത് സ്മരണ ഒന്ന് മാത്രമാണ് ആപത്ത് നീങ്ങാനുള്ള ഉപായം എന്ന് തെളിയിക്കുന്ന കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഈ ദശകത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ പൂർവ്വകഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ശ്ലോകം 1. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാദിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഇന്ദ്രദ്യുമ്നഃ, ഇന്ദ്രദ്യുമ്നൻ. ദ്യുമ്നം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്നാൽ ഇന്ദ്രനെ പോലെ പ്രകാശമുള്ളവൻ. എന്നാൽ എന്താണ് അർത്ഥം? ഇന്ദ്രനെ പോലെ ജ്ഞാനവും കഴിവും ഉള്ള രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ, ജ്ഞാനമുള്ളവൻ. ആ ഇന്ദ്രദ്യുമ്നൻ ആരായിരുന്നു? പാണ്ഡ്യഖണ്ഡാദിരാജഃ, പാണ്ഡ്യരാജ്യത്തിൻ്റെ രാജാവായിരുന്നു. പണ്ട് പാണ്ഡ്യരാജ്യം ആന്ധ്ര, കർണാടകം, തമിഴ്നാട്, കേരളം ഇത്രയും ഉൾപ്പെട്ടതായിരുന്നു പാണ്ഡ്യരാജ്യം. ഇപ്പോൾ മധുരയും തിരുനെൽവേലിയും ഉൾപ്പെട്ട തമിഴ്നാടിൻ്റെ ഭാഗമാണ് പാണ്ഡ്യരാജ്യം. ആ പാണ്ഡ്യരാജ്യത്തിലെ രാജാവായ ഇന്ദ്രദ്യുമ്നൻ എങ്ങനെയുള്ള ആളായിരുന്നു? ത്വദ്ഭക്താത്മാ, ചെറുപ്പം മുതലേ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തനായിരുന്നു, വിഷ്ണു ഭക്തനായിരുന്നു. ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ള മനസ്സോടുകൂടിയവനായിരുന്നു. മനസ്സ് പൂർണ്ണമായും ആ ഭഗവാനിൽ തന്നെ മുഴുകിയിരുന്നു. ബുദ്ധിക്ക് ഉറപ്പ് വന്നതായിരുന്നു. വ്യവസായാത്മിക ബുദ്ധി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും. ആ ബുദ്ധി ഭഗവാനിൽ തന്നെ ഉറച്ചിരുന്നു. അങ്ങനെയുള്ള രാജാവ് എന്തു ചെയ്തു? ഒരിക്കൽ ചന്ദനാദ്രൗ, ചന്ദനപർവ്വതത്തിൽ, അതായത് മലയപർവ്വതത്തിൽ എന്തു ചെയ്യുകയായിരുന്നു? ത്വത്സേവായാം മഗ്നധീഹി, ഭഗവാനെ അങ്ങയെ പൂജിച്ചുകൊണ്ട്, സേവിച്ചുകൊണ്ട്, നിരന്തരം ധ്യാന നിമഗ്നനായി പൂജയിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം ആത്മാവിൽ ഉറയ്ക്കുന്നു. സമാധീയതേ ബുദ്ധിഹി അസ്മിൻ ഇതി സമാധിഹി. അങ്ങനെ ആ ഭഗവാനിൽ തന്നെ മുഴുകിയിരുന്നപ്പോൾ അവിടെ ആരാണ് വന്നത്? അഗസ്ത്യം പ്രാപ്തം, അഗസ്ത്യ മഹർഷി വന്നു. എന്തിനാ വന്നത്? തൻ്റെ ശിഷ്യനല്ലേ ഇന്ദ്രദ്യുമ്നൻ. അതുകൊണ്ട് ആതിഥ്യകാമം, ആതിഥ്യ സൽക്കാരം ആഗ്രഹിച്ചാണ് എത്തിയിരിക്കുന്നത്. കൂടെ ആരാ ഉള്ളത്? 10,000 ശിഷ്യന്മാരും കൂടെയുണ്ട്. ഭഗവാന്റെ ഭജനയിൽ മുഴുകിയിരുന്ന രാജാവ് അഗസ്ത്യം നാലുലോകേയേവ, അഗസ്ത്യ മഹർഷിയെ കാണുക പോലും ചെയ്തില്ല. അഗസ്ത്യ മഹർഷിയെ കണ്ടില്ല. അതിഥി പൂജ ഭാരത സംസ്കാരമാണ്. അതിഥികളെ ദേവനായി കണ്ട് പൂജിക്കണം. ഇവിടെ ഇന്ദ്രദ്യുമ്നൻ്റെ ഭക്തിയുടെ തീഷ്ണതയാണ് നമ്മൾ കാണേണ്ടത്. എല്ലാം ഇന്ദ്രിയങ്ങളും അടക്കി മനസ്സ് ഭഗവാനിൽ ലയിച്ച് ഭഗവത് ധ്യാനം ചെയ്യുകയായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. നമ്മൾ വേദത്തിൽ പറയും 5 കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. സത്യം വദ, ധർമ്മം ചര, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. നമ്മൾ അതിഥികളെ ദേവന്മാരായി കണ്ട് അവരെ പൂജിക്കണം. അതിഥി എന്ന് പറഞ്ഞാൽ തിഥിയില്ലാതെ വരുന്നവരാണ് അതിഥികൾ.
ഞാൻ ഇത്രാം തീയതി ഇന്ന സമയത്ത് എത്തുമെന്നറിഞ്ഞാൽ നമുക്ക് അവരുടെ വേണ്ടതൊക്കെ ഒരുക്കി അവരെ കാത്തിരുന്ന് അവർക്ക് വേണ്ട രീതിയിൽ സൽക്കാരങ്ങളൊക്കെ നടത്താം. എന്നാൽ അതിഥികൾ അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും വരാം. വരുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ സൽക്കരിക്കണം, അല്ലെങ്കിൽ പല അനർത്ഥങ്ങളും വരും. നമുക്ക് കഠോപനിഷത്തിൽ കാണാം, ആശാ പ്രതീക്ഷാ സംഗതം സുനൃതാം ചേഷ്ടാപൂർത്തേ പശുംശ്ച സർവാൻ ഏതദ്വൃങ്ക്തേ പുരുഷസ്യാത്മമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. അതായത് നമ്മൾ അതിഥികളെ വേണ്ട വിധത്തിൽ പൂജിക്കാതിരുന്നാൽ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് വരുന്നത്? ആശകളും പ്രതീക്ഷകളും സത്സംഗഫലവും സത്യവചനം കൊണ്ടുള്ള ഫലവും ഇഷ്ടത്തെയും പരോപകാരം കൊണ്ടുള്ള ഫലവും പുത്രന്മാരും പശുക്കളും സമ്പത്തും എല്ലാം വൃങ്ക്തേ, എല്ലാം നശിക്കും. അതുകൊണ്ട് ഏത് ഉറക്കത്തിലും പൂജ ചെയ്തുകൊണ്ടിരുന്നാലും ധ്യാനത്തിലിരുന്നാലും അതിഥികളെ സൽക്കരിക്കണം. നമുക്ക് ഭാഗവതത്തിൽ തന്നെ കാണാം, ഭൃഗു മഹർഷി സദ്ഗുണപ്രധാനി ആരെന്നറിയാൻ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ ഉറങ്ങിപ്പോയി. നെഞ്ചു നോക്കി ഒരൊറ്റ ചവിട്ട്, അതാണ് ശ്രീവത്സം. അതിഥികളെ പൂജിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ആ മറുക് ഭഗവാൻ മാറിൽ സൂക്ഷിക്കുന്നത്. ഇവിടെ ഈ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ വിഷ്ണുഭക്തനായിരുന്നു. സമ്പൂർണ്ണ വൈരാഗ്യം വന്ന് തൻ്റെ രാജ്യഭാരം ഉപാസനയ്ക്ക് തടസ്സമാകുമെന്ന് ചിന്തിച്ച് രാജ്യമെല്ലാം ഉപേക്ഷിച്ച് മലയപർവ്വതത്തിൽ ഒരു ആശ്രമമുണ്ടാക്കി ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് മഹാകീർത്തിമാനായ അഗസ്ത്യമുനി ശിഷ്യന്മാരോടുകൂടി അവിടെ എത്തിയത്. പക്ഷേ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച ധ്യാനമഗ്നനായിരുന്ന രാജാവ് ആ മുനിശ്രേഷ്ഠനെ കാണുക പോലും ചെയ്തില്ല. പിന്നെ എന്തുണ്ടായി എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ. ഹരി ഓം നമസ്തേ. ശ്ലോകം 2. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാസോപി ലേഭേ ഹസ്തീന്ദ്രത്വം തുസ്മൃതി വ്യക്തിധൈന്യം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. കുംഭോദ്ഭൂതി, കുംഭത്തിൽ നിന്നും ഉദ്ഭൂതനായ മഹാമുനി, അതായത് അഗസ്ത്യൻ. വസിഷ്ഠനും അഗസ്ത്യനും കുംഭത്തിൽ നിന്നാണ് ജനിച്ചത്. ആ കുംഭത്തിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് വസിഷ്ഠനും അഗസ്ത്യനും കുംഭോദ്ഭൂതി എന്ന പേര് വന്നത്. അഗസ്ത്യൻ്റെ ആദ്യത്തെ നാമം മാന്യൻ എന്നായിരുന്നു. അംഗത്തെ വിന്ധ്യാപർവ്വതത്തെ തലകുനിപ്പിച്ചതുകൊണ്ടാണ് അഗസ്ത്യൻ എന്ന പേരു ലഭിച്ചത്. അംഗം വിന്ധ്യം സ്ത്യായതി സ്തംഭ്നോതി ഇതി അഗസ്ത്യഃ എന്നാണ് വ്യുൽപ്പത്തി. അങ്ങനെയുള്ള കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ. അഗസ്ത്യ മഹർഷിക്ക് ഇന്ദ്രദ്യുമ്നൻ്റെ അനാദരവ് കണ്ടിട്ട് വല്ലാത്ത കോപമുണ്ടായി. സ്തബ്ധാത്മാത്വം, സ്തംഭിച്ച് അനങ്ങാതെ ഇരിക്കുന്ന നീ. ഹസ്തിഭൂയം ഭജ ഇതി, ഒരു ആനയായി ഭവിക്കട്ടെ എന്നിപ്രകാരം. ശപ്ത്വാ ഏനം അധ, ശപിച്ചു. ആ രാജാവിനെ ഒരാനയായി പോകട്ടെ എന്നാണ് അഗസ്ത്യമുനി ശപിച്ചത്. അധ എന്നിട്ട് പ്രത്യഗാത്, മടങ്ങിപ്പോയി. 10,000 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് മടങ്ങിപ്പോയി. സോപി, സഹ അപി, ആ ഇന്ദ്രദ്യുമ്നൻ ഉടനെ തന്നെ ഹസ്തീന്ദ്രത്വം ലേഭേ, ഗജരാജാവായിട്ട് തീർന്നു. ഗജശ്രേഷ്ഠഭാവം, ഹസ്തീന്ദ്രൻ ആയി. എന്താ കാരണം? ത്വസ്മൃതി വ്യക്തിധന്യം, ഭഗവാനെ അല്ലേ സ്മരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മോശമാവില്ല. ധന്യമായ വ്യക്തിത്വമാണ് കിട്ടിയത്. ഒരു ആനയാകാനാണ് ശപിച്ചത് എങ്കിലും ശ്രേഷ്ഠനായി, ഗജേന്ദ്രനായി ആണ് മാറിയത്. അത് ഭഗവാനെ ഭജിച്ചത് കൊണ്ടെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പതനമാണെങ്കിൽ ഭഗവത് സ്മരണ കൊണ്ട്, ആ പതനമാണെങ്കിലും ഭഗവത് സ്മരണ കൊണ്ട് ശ്രേഷ്ഠനായിട്ട് കഴിഞ്ഞു. കാട്ടിലെ രാജാവായി, ഗജേന്ദ്രനായി മാറി. ഭഗവാനെ ഭജിക്കുന്നവർ ഏത് യോനിയിൽ ജനിച്ചാലും
അതിൽ ശ്രേഷ്ഠതയുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരി ഓം നമസ്തേ. ശ്ലോകം 3. ദുഗ്ധാംഭോധേർമധ്യഭാജിതൃകൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ആ ഗജേന്ദ്രൻ എവിടെയാ വിഹരിച്ചത്? ദുഗ്ധാംഭോധേഹേ പാലാഴിയുടെ, മധ്യഭാജീ ത്രികൂടേ നടുവിലുള്ള ത്രികൂടമെന്ന ശൈലേ പർവ്വതത്തില് ക്രീഡൻ വിഹരിച്ചു നടന്നു. അതായത് ക്ഷീരസമുദ്രത്തിൻ്റെ മധ്യത്തില് ത്രികൂടമെന്ന പർവ്വതം, 3 കൊടുമുടിയാണ്. കൂടം എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്നാണ് അർത്ഥം. ഇവിടെ ത്രികൂടമാണ്, 3 കൊടുമുടിയാണ്. ഒന്നിൽ സ്വർണം, ഒരു കൊടുമുടിയിൽ വെള്ളി, മറ്റതിൽ ഇരുമ്പ്. അങ്ങനെയുള്ള പർവ്വതത്തിൽ ക്രീഡൻ വിഹരിച്ചു നടന്നു. യൂഥപോയം വശാഭി, അയം യൂഥപഃ വശാഭിഹി. ആരൊക്കെയുണ്ട്? യൂഥം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൂട്ടം, പക്ഷികളുടെ കൂട്ടം. യൂഥപഃ എന്ന് പറഞ്ഞാൽ യൂഥം പാതി രക്ഷതി ഇത് യൂഥപഃ. പഹ എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ പിടിയാനകളോടുകൂടി കളിച്ചു നടന്നു. സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ, ശക്ത്യാ ഗജേന്ദ്രന്റെ ശക്തി കൊണ്ട്, കായബലം കൊണ്ട്, സർവാൻ ജന്തൂൻ സകല ജന്തുക്കളെയും, അത്യവർത്തിഷ്ട അതിവർത്തിച്ചു, കവച്ചു വച്ചു, അതിക്രമിച്ചു. ഇവിടെ വനരാജൻ സിംഹമാണ്. സിംഹം പോലും ഗജേന്ദ്രന്റെ നിയന്ത്രണത്തിലായി. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭഃ. ഭഗവാനെ ഗുരുവായൂരപ്പ, ത്വദ്ഭക്താനാം ഭഗവാനിൽ ഭക്തിയുള്ളവർക്ക്, കുത്ര ന ഉത്കർഷലാഭഃ എവിടെയാണ് ഉദ്ഗതിക്ക് കുറവ് വരുന്നത്? ഹേ ഭഗവാൻ, അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷത്തിന്, ഉയർച്ചയ്ക്ക് കുറവ് വരുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഭഗവത് ഭക്തന്മാർക്ക് ഉയർച്ചയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഏതു രൂപമെടുത്താലും, എവിടെയായിരുന്നാലും, ഏത് യോനിയിൽ പിറന്നാലും, എത്ര ജന്മമെടുത്താലും അവർക്ക് ഉയർച്ചയേ ഉണ്ടാകൂ. ഒരു അസാധാരണത്വം ഭഗവത് ഭക്തി കൊണ്ട് ഉണ്ടാകും. ഗജേന്ദ്രനെ കണ്ടാൽ സിംഹം പോലും ഓടി ഒളിക്കും. കാടിനെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ടാണ് ഗജേന്ദ്രൻ നടന്നത്. നമുക്കറിയാം, ജയവിജയന്മാർ സനകാദിമാരുടെ ശാപം നിമിത്തം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും 1ാമത്തെ ജന്മത്തിലായി. അവർ ആരുടെയും മുന്നിൽ തല കുനിച്ചില്ല. പിന്നെ രാവണ കുംഭകർണന്മാരായി ലോകത്തെ കിടുകിടാ വിറപ്പിച്ചില്ലേ? കൃതാസ്തമത്ര തിഷ്ടധ്വം. പിന്നെ ഭരതചക്രവർത്തി മാനായി തീർന്ന കഥ നമുക്കറിയാം. അവിടെയും ഉത്കർഷമായിരുന്നു. ഒരിക്കലും ഭഗവത് ഭക്തന്മാർക്ക് പതനമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഹരി ഓം നമസ്തേ. ശ്ലോകം 4. സ്വേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥൈ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. സ്വേനസ്തേംനാ തൻ്റെ ശക്തി കൊണ്ടും, അതായത് ശരീരത്തിൻ്റെ ബലം കൊണ്ടും, ദിവ്യദേശത്വശക്തിയാ ദിവ്യമായ ആ പ്രദേശത്തിൻ്റെ ശക്തി കൊണ്ടും, സോയം സഹ അയം ഈ ഗജേന്ദ്രൻ, ഖേദാൻ
ദുഃഖങ്ങൾ ഒന്നുമേ അപ്രജാനൻ അറിഞ്ഞില്ല. നല്ല സുഖമായി പിടിയാനകളോടൊത്ത് പാലാഴി തീരത്ത് അങ്ങനെ കളിച്ച് തിമിർത്ത് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഥാചിത് ഒരിക്കൽ ശൈലപ്രാന്തേ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഘർമ്മതാന്ത ചൂടുകൊണ്ട് വേനലിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്ന് ക്ഷീണിച്ച് സരസ്യാം പർവ്വതച്ചെരുവിൽ ഉള്ള താമരപ്പൊയ്കയിൽ യൂഥൈസാർത്ഥം ആനക്കൂട്ടങ്ങളോടുകൂടി ത്വത്പ്രണുന്നഃ ഭഗവാനെ അങ്ങയാൽ പ്രേരിതനായിട്ട് അഭിരേമേ കളിച്ചു. ഈ ഗജേന്ദ്രൻ തൻ്റെ ശക്തി കൊണ്ടും ആ ദിവ്യപ്രദേശത്തിൻ്റെ സ്വാധീനം കൊണ്ടും യാതൊരു ക്ലേശവും കൂടാതെ അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരിക്കൽ വേനലിൻ്റെ കാഠിന്യത്താൽ തളർന്ന് ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു ക്രീഡാ തടാകത്തിൽ തൻ്റെ കൂട്ടരോടും ഒരുമിച്ച് മറ്റു പിടിയാനകളും കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് ക്രീഡാനിരതനായിട്ട് കഴിഞ്ഞു. ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിൽ വരുണ ഭഗവാന്റെ ഒരു ഉദ്യാനമുണ്ട്. ഋതുമത് എന്നാണ് ഉദ്യാനത്തിൻ്റെ പേര്. അവിടെ ദേവസ്ത്രീകൾ ക്രീഡിക്കാൻ വരുമത്രേ. ആ ഉദ്യാനത്തിൽ പൊൻതാമരകൾ വിരിയുന്ന ഒരു തടാകമുണ്ട്. ഋതുമത്തിലെ തടാകത്തിൽ നിന്ന് വീശുന്ന താമരയുടെ മണമുള്ള ഗന്ധത്തെ ദൂരെ നിന്നു തന്നെ കാണിച്ചറിയാൻ തുമ്പിക്കൈക്ക് മണം പിടിക്കാനായിട്ട് കഴിയുന്ന ആ ഗജേന്ദ്രനും കൂട്ടരും പിടിയാനകളോടും കുട്ടികളോടും കൂടി സരസിൽ എത്തി. അമൃതസമാനമായ ജലം കുടിച്ച് ദേഹത്ത് കോരിയൊഴിച്ചും കളിച്ചും ആർത്തു തിമിർത്തു. യഥാഗൃഹി എന്നാണ് ഭാഗവതം പറയുന്നത്. സാധാരണ ഗൃഹസ്ഥരെ പോലെ മായാമോഹത്തിൽപ്പെട്ട ഗജേന്ദ്രൻ പിടിയാനകളെയും കുട്ടികളെയും രസിപ്പിച്ചും കളിപ്പിച്ചും കുളിപ്പിച്ചും ആർത്ത് തിമിർത്ത് കളിച്ചു പൊളച്ചു. ഗൃഹസ്ഥരായ നമ്മളും കളത്രപുത്രാദികളോട് ഒരുമിച്ച് രമിച്ച് സുഖിച്ചു കഴിയുമ്പോൾ നമ്മെ ഗ്രസിക്കാൻ പോകുന്ന മൃത്യുവിനെക്കുറിച്ചോ ആ മൃത്യുവിനെ തരണം ചെയ്യാനുള്ള മാർഗമായ ഭഗവത് ഉപാസനയെക്കുറിച്ചോ ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇങ്ങനെ ആകരുത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. 3 ഗുണങ്ങളായിട്ടാണ് വാസന ഇരിക്കുന്നത്: സത്വം, രജസ്, തമസ്. സത്വഗുണമുള്ളവർ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് വരാനുള്ള പ്രേരണ നൽകും. എല്ലാവർക്കും സത്വഗുണമുണ്ട്, അത് നമ്മൾ ഉറപ്പിക്കണം. പിന്നെ രജോ ഗുണമുള്ളവർ പണം, പദവി, പ്രശസ്തി കിട്ടുന്ന കാര്യത്തിൽ അവരുടെ മനസ്സ് പോകും. പിന്നെയോ തമോ ഗുണമുള്ളവരാണെങ്കിലോ അവർക്ക് ഉറക്കമാണ് പ്രിയം. അപ്പോൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും നമ്മൾ ഉയർന്ന സത്വഗുണത്തിലേക്ക് നമ്മൾ വരണം. ഗുണങ്ങളാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സത്സംഗമാണ് നമുക്ക് വേണ്ടത്. ക്ഷേത്രദർശനം, അതുപോലെ തന്നെ തീർത്ഥാടനം, മഹാത്മാക്കളുടെ ചർച്ചകൾ, ഇതൊക്കെ നമ്മളെ സത്വഗുണത്തിലേക്ക് നയിക്കും. സത്വഗുണം വർദ്ധിച്ചാൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും. ഗുണാതീത അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിക്കും ഭഗവാൻ. അപ്പോൾ ഭഗവത് ഉപാസന ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 5. ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാത്
ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഏതു സരസിലാണോ ഗജേന്ദ്രൻ പ്രവേശിച്ചത് ആ സമയം ആ സരസിൽ തന്നെ ആരെത്തി? ഹൂഹുഹു ഹൂഹു എന്ന ഗന്ധർവൻ. താവത് ആ സമയം ദേവലസ്യ അപി ദേവല മഹർഷിയുടെ ശാപാത് ശാപത്താൽ ഗ്രാഹീഭൂതഃ മുതലയായി തീർന്നിട്ട് തജ്ജലേ വർത്തമാനഃ ആ ജലത്തിൽ സ്ഥിതി ചെയ്തു. എന്നിട്ട് ആ മുതല എന്താ ചെയ്തത്? ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ മുതല ആനയുടെ കാലിൽ പിടിച്ചു. ഗജേന്ദ്രൻ അറിഞ്ഞതേയില്ല. ഇവിടെ ഭട്ടതിരിപ്പാട് നമുക്ക് വേണ്ടി പറയുകയാണ്, ശാന്ത്യർത്ഥം ഹി സ്വകാനാം ശ്രാന്തിദഃ അസി. ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ദുഃഖം നൽകുന്നത്. ഇത് എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. കളിയിലും ചിരിയിലും രസിച്ചിരുന്ന ആന മുതല കടിച്ചത് അറിഞ്ഞതേയില്ല. തൻ്റെ ഭക്തന്മാർക്ക് പരമമായ ശാന്തി നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിധം ദുഃഖം നൽകുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നമ്മൾ കുട്ടികൾ വെള്ളത്തിൽ ഊളിയിട്ട് വന്ന് കാലിൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ആ മുതല ഭഗവാന്റെ ഭക്തനായ ഗജേന്ദ്രൻ്റെ കാലിലാണ് പിടിച്ചത്. ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിച്ചാൽ ഭഗവാന്റെ കൃപ വേഗമുണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മഹാപ്രഭു ഭക്തവത്സലനാണ്, കാരുണ്യമൂർത്തിയാണ്. നമുക്ക് പല ദുഃഖങ്ങളും തരും. എന്തിനാണ്? നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശക്തിയോ കഴിവോ ഒന്നുമല്ല എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാകും. ദേവലമുനിയുടെ ശാപത്താൽ മുതലയായി തീർന്ന് ആ ജലാശയത്തിൽ കഴിയുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ഈ ഗജേന്ദ്രൻ്റെ കാലിൽ കടന്നു പിടിച്ചു. ശാന്തി കിട്ടുവാൻ വേണ്ടി അങ്ങ് ഭക്തരായ ആളുകൾക്ക് ക്ലേശം കൊടുക്കാറുണ്ട് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഹേ ഭഗവൻ, അങ്ങ് ഭക്തനായ ഇന്ദ്രദ്യുമ്നനെ അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ശപിപ്പിച്ച് ഒരു ആനയാക്കി. ഇപ്പോഴിതാ ആ ആനയെ ഒരു മുതലയെ കൊണ്ട് കടുപ്പിച്ച് ദുഃഖിപ്പിക്കുന്നു. ഇതാണോ അങ്ങയുടെ ഭക്തസംരക്ഷണം എന്ന് ആരും സംശയിക്കേണ്ട. സ്വഭക്തന്മാർക്ക് വൈരാഗ്യമുണ്ടാക്കി അവരെ പരമമായ ശാന്തിയിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് ക്ലേശങ്ങൾ നൽകുന്നത്. പരമമായ ശാന്തി ഭഗവാനിൽ ചേരുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇവിടെയും ഭട്ടതിരിപ്പാട് പറയുന്നു, എന്നെയും ഈ വിധം ക്ലേശങ്ങൾ തന്ന് രോഗഗ്രസ്തനാക്കിയത് പരമമായ ശ്രേയസ് നൽകാൻ വേണ്ടിയല്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് ചിന്തിക്കുന്നത്. ഹൂഹു എന്ന ഗന്ധർവൻ ഒരിക്കൽ ഹൂഹു എന്ന ഗന്ധർവൻ സുന്ദരികളുമായിട്ട് ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ദേവല മഹർഷി സന്ധ്യാവന്ദനത്തിനായിട്ട് സ്നാനം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഹൂഹു വിനോദത്തിന് വേണ്ടി ഊളിയിട്ട് വന്ന് മഹർഷിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. മഹർഷി ഞെട്ടിപ്പോയി. മഹർഷിക്ക് വല്ലാത്ത കോപമുണ്ടായി. ഉടനെ ശപിച്ചു, നീ ഒരു മുതലായി പോകട്ടെ. എന്നാണ് ശപിച്ചത്. പിന്നീട് ശാപമോക്ഷവും നൽകി. ഒരു
ഭഗവത് ഭക്തന്റെ പാദം സ്പർശിച്ചാൽ ഭഗവൻ വന്ന് രക്ഷിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് ആ ഹൂഹു എന്നുള്ള ആ ഗന്ധർവൻ മുതലയായ കഥ. ഇവിടെ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ശാന്തിയർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. സ്വകാനാം എന്ന് പറഞ്ഞാൽ തൻ്റെ ആൾക്കാർക്ക്, സ്വാനാം ആണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭക്തന്മാർ, ഭഗവാന്. ക എന്ന പ്രത്യയം ചേർത്താൽ സ്നേഹത്തിനെ കാണിക്കാൻ വേണ്ടിയാണ്. സ്വകാനാം ശാന്തിയർത്ഥം ഹി, പരമശാന്തി ലഭിക്കാൻ, ഭഗവത് പ്രാപ്തി ലഭിക്കാൻ, ത്വം ശ്രാന്തിദഃ അസി, അങ്ങ് ദുഃഖം നൽകാറുണ്ട്. ശ്രാന്തി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, ദ എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, അസി നൽകുന്നവൻ ആയി തീരുന്നു. പല കഷ്ടപ്പാടും വരും അല്ലേ? നമുക്ക് ജനിച്ചപ്പോൾ മുതൽ, ബാലാരിഷ്ടം മുതൽ പല 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 പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പലരും പല വിധത്തിലും അനുഭവിക്കും. ഇതിനൊക്കെ കാരണം ഭഗവാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെയാണ് കാരണം. നമ്മുടെ ഉള്ളിലുള്ള വാസനയാണ് നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ തരുന്നത്. വാസന പ്രക്ഷയോ മോക്ഷഃ. ഈ വാസനകളെല്ലാം നശിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷമെന്ന പദവിയിലേക്ക് നമ്മൾ ഉയരുന്നത്. എന്തു ദുഃഖം വന്നാലും അതെല്ലാം എന്നെ നന്നാക്കാനാണ്. കുന്തിദേവി പറഞ്ഞതുപോലെ വിപദ സന്തുന ശശ്വത്, അടിക്കടിക്ക് എനിക്ക് വിപത്തുകൾ ഉണ്ടാകട്ടെ. എന്തിനാണ്? എനിക്ക് ദുഃഖം വരുമ്പോഴെല്ലാം ഞാൻ ഭഗവാനെ വിളിക്കും. അപ്പോൾ അങ്ങ് നേരിട്ട് വരും എൻ്റെ അടുത്തേക്ക്. അപ്പോൾ എനിക്ക് അങ്ങയെ കാണാമല്ലോ എന്നാണ് കുന്തിദേവി പറഞ്ഞത്. അപ്പോൾ നമുക്ക് വരുന്ന ദുഃഖങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഭഗവത് സ്മരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവത് ആരാധന ഗൃഹസ്ഥന്മാരെല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്ലോകം 6. ത്വത്സേവായാ വൈഭവാ ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്ര്യസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവൈര്യം വ്യഥാസ്ത്വം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ത്വത്സേവായാഹ, ഭഗവാനെ അങ്ങയെ സേവിച്ചതുകൊണ്ടുള്ള, വൈഭവാത് ശക്തി കൊണ്ട്, ഭഗവാനെ സേവിക്കുന്നവർക്ക് ഊർജമുണ്ടാകും. അതുകൊണ്ട് ദുർനിരോധം, ഒരു തടസ്സവും കൂടാതെ, ഒരു വിഷമവും കൂടാതെ, യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം, 1000 വർഷം ആ മുതലിയുമായിട്ട് ഗജേന്ദ്രന് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഒരു തളർച്ചയും ഉണ്ടായില്ല. അതാണ് ഭഗവാനെ സേവിച്ചത് കൊണ്ടുള്ള ഫലം. ഈ ഗജേന്ദ്രൻ ബലവാനാണ്. പക്ഷേ വെള്ളത്തിൽ ശക്തി കൂടുതൽ ആർക്കാണ്? മുതലയ്ക്കല്ലേ. ആ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്ര ഗജേന്ദ്രൻ ശ്രമിച്ചു. കൂടെ ഉണ്ടായിരുന്ന മറ്റു ഗജങ്ങളും ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. സാധിച്ചില്ല. അവർ ഓരോരുത്തരായിട്ട് മാറിപ്പോയി. പിടിയാനകളും ശ്രമിച്ചു, സാധിക്കുന്നില്ല. തങ്ങളുടെ നാഥൻ്റെ അവസ്ഥ കണ്ട് അവരും കുട്ടികളും വിലപിച്ചു. അലറിക്കരഞ്ഞുകൊണ്ട് അവരും അവിടം വിട്ട് പോയി. മനുഷ്യലോകത്തിൻ്റെ സ്വഭാവം ഇതാണ്. എല്ലാവരും ദുഃഖം വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മെ വിട്ടുപോകും. ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. അവനവൻ്റെ സുഖത്തിന് വേണ്ടിയാണ് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയപ്പോൾ ആപത്തിലകപ്പെട്ട ഗജേന്ദ്രൻ പൂർവജന്മത്തിൽ ഭഗവാനെ ഭജിച്ചതിൻ്റെ മാഹാത്മ്യം കൊണ്ട് സഹസ്രവത്സരമാകുന്ന ഒരു നീണ്ട കാലം പൊരുതിക്കൊണ്ടു നിന്നു. ആഹാരമില്ല,
ക്രമേണ ശരീരബലവും ഇന്ദ്രിയ ശക്തികളും എല്ലാം ക്ഷയിച്ചു. എന്നാൽ ജലം വാസസ്ഥാനമായ മുതലയ്ക്ക് ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ മുതല പിടിവിടുന്നില്ല. ഇനി എന്താ ചെയ്യുക? മനസ്സിനെ ഏകാഗ്രമാക്കുക തന്നെ, ഭഗവത്പാദങ്ങളെ ആശ്രയിക്കുക തന്നെ വഴിയുള്ളൂ എന്ന് ഗജേന്ദ്രന് മനസ്സിലായി. ഗജേന്ദ്രൻ എന്തു ചെയ്തു? തം ഹസ്തിവൈര്യം. ആ ഗജേന്ദ്രൻ പ്രാപ്തേ കാലേ, കർമ്മഫലം അനുഭവിക്കാനായിട്ട് കാലം സമാഗതമായപ്പോൾ, ത്വത്പദേകാഗ്രസിദ്ധ്യൈ, ഭഗവാനെ ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളിൽ ഏകാഗ്രമായ സിദ്ധിക്ക് വേണ്ടി, അതിനു വേണ്ടിയല്ലേ ത്വം നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാഹ, അങ്ങ് ആ മുതലയെക്കൊണ്ട് ആക്രമിക്കപ്പെട്ടവനാക്കിയത്. ഇപ്പോൾ ഗജേന്ദ്രനും ബോധ്യമായി, തൻ്റെ ശക്തിയും കഴിവും ഒന്നും പോരാ, സ്വശക്തി കൊണ്ട് രക്ഷയില്ല എന്ന് ബോധ്യം വന്നു. അപ്പോൾ ആനയ്ക്ക് പൂർവ്വസ്മരണയുണ്ടായി, ഭഗവത് ഭക്തിയുണ്ടായി. ഭഗവാനുള്ള ഭക്തി ഏകാഗ്രമാക്കി തീർത്തു. പ്രാരബ്ധം തീരണമെങ്കിൽ ഭഗവാനിൽ തന്നെ മനസ്സൂന്നണം, വേറെ മാർഗമില്ല. ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. മഹാപ്രഭു, ഭക്തവത്സലൻ, കാരുണ്യമൂർത്തി നമുക്ക് പല ദുഃഖങ്ങളും തരും. എന്തിനാ? നമ്മളെ അനുഗ്രഹിക്കാൻ. ദുഃഖം, കഷ്ടപ്പാട്, ദാരിദ്ര്യം, വിഷമം, സങ്കടം, രോഗങ്ങൾ എന്തിനാ തരുന്നത്? അപ്പോഴെങ്കിലും ഭഗവാന്റെ നേരെ മനസ്സ് തിരിയുമല്ലോ. കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് മനസ്സ് തുറന്ന് വിളിക്കുമല്ലോ. ഭഗവാനെ സർവാത്മന ശരണമടയാൻ ഭഗവാനല്ലാതെ തന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ശക്തിയോ കരുത്തോ ബന്ധുക്കളോ കൂട്ടുകാരോ ആർക്കും തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കുക, പരമശാന്തി ലഭിക്കും. ഹരി ഓം, നമസ്തേ. ശ്ലോകം 7. ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തിഃ ശുണ്ഡോക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോനഗാദീത് പരാത്മൻ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. പരാത്മൻ, ഭഗവാൻ പരമാത്മാവാണ്. അങ്ങനെയുള്ള പരമാത്മസ്വരൂപനായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ആർത്തിവ്യക്ത, ആ ഗജേന്ദ്രന് പീഡ വർദ്ധിച്ചപ്പോൾ. എന്താണ് പീഡ? മുതലയുടെ കടികൊണ്ടുള്ള വേദനയും അതുമൂലമുള്ള ദുഃഖവും ഒക്കെ സഹിക്കാൻ വയ്യാതായപ്പോൾ ആ ഗജേന്ദ്രൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. പ്രാക്തന, പൂർവജന്മത്തിൽ താൻ ആരായിരുന്നു എന്നും പതനത്തിന് കാരണം എന്താണെന്നും മനസ്സിൽ തെളിഞ്ഞു. പൂർവജന്മ സ്മരണ ആ ഗജേന്ദ്രനുണ്ടായി. ഉടനെ എന്തുണ്ടായി? ജ്ഞാനഭക്തി. ഉടനെ ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഉണ്ടായി. കഴിഞ്ഞ ജന്മത്തിൽ അഭ്യസിച്ച് ഉറപ്പിച്ചിരുന്ന സ്തോത്രം വ്യക്തമായിട്ട് മനസ്സിൽ തെളിഞ്ഞു. ആ ദിവ്യ സ്തോത്രം ജപിച്ചുകൊണ്ട് എന്തു ചെയ്തു? സരസിലാണെങ്കിൽ നിറച്ച് താമരയുണ്ട്, മുതലയാണെങ്കിലോ വലിച്ച് വെള്ളത്തിലോട്ട് മുക്കാറായി. തൻ്റെ തുമ്പിക്കൈ മാത്രമേ ഉള്ളൂ, അതിങ്ങനെ പൊക്കിപ്പിടിച്ചിട്ടുണ്ട്. ശുണ്ഡോക്ഷിപ്തൈ, ആ തുമ്പിക്കൈ കൊണ്ട് പുണ്ടരീകൈ സമർച്ചൻ, ആ താമരപ്പൂക്കൾ പറിച്ചെടുത്ത് സമർച്ചൻ ഭഗവാൻ അർച്ചിച്ചു. ഇതെന്തുകൊണ്ടാ സാധിച്ചത്? ഭട്ടതിരിപ്പാട് പറയുന്നു, പൂർവാഭ്യസ്തം, കഴിഞ്ഞ ജന്മത്തിൽ പരിശീലിച്ചതുകൊണ്ടാണ്. ഇത് നമ്മൾ വളരെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. പൂർവാഭ്യസ്തം. നമ്മൾ പഠിക്കുന്നതൊന്നും, നമ്മൾ പരിശീലിക്കുന്നതൊന്നും ഒരിക്കലും പാഴാവില്ല. അത് വേണ്ട സമയത്ത്
നമുക്ക് ഉപകാരമാകും. പ്രത്യേകിച്ചും ആധ്യാത്മിക കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്ക് നേടിത്തരുന്നത് ഈ ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ്. ഇവിടെതാ പൂർവാഭ്യസ്തം കഴിഞ്ഞ ജന്മത്തിൽ പരിശീലിച്ചതുകൊണ്ട് നിർവിശേഷാത്മനിഷ്ഠം നിർഗുണബ്രഹ്മത്തെ സംബന്ധിച്ച സ്തോത്രശ്രേഷ്ഠം ഉത്തമമായ സ്തോത്രത്തെ സഹ ആ ഗജേന്ദ്രൻ അന്വഗാദീത് ഇടതടവില്ലാതെ ഉച്ചരിച്ചു, നന്നായിട്ട് പാടി. ഗജേന്ദ്ര സ്തോത്രം ഭാഗവതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. നമ്മളത് പഠിക്കേണ്ടതാണ്. അഷ്ടമസ്കന്ധത്തിലാണുള്ളത്. ആ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെക്കുറിച്ചാണ് ഗജേന്ദ്രൻ അന്വഗാദീത് ഇടതിടവില്ലാതെ നന്നായിട്ട് പാടിയത്. ഓരോ വരി പാടുമ്പോഴും താമരപ്പൂ അർച്ചിച്ചു. ഭഗവത് സ്മരണ കൊണ്ടേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. സ്മരണ ഉണ്ടാകാൻ ഏറ്റവും നല്ലത് ധ്യാനമാണ്. സഗുണ രൂപത്തിലും ധ്യാനിക്കാം, നിർഗുണ രൂപത്തിലും ധ്യാനിക്കാം. ഭഗവത് പാദങ്ങളിൽ മനസ്സ് ഏകാഗ്രമാക്കണം. അതിനുള്ള മാർഗങ്ങൾ, ഉപായങ്ങളാണ് നാമജപം, സത്സംഗം, തീർത്ഥാടനം ഒക്കെ. ആ ഭഗവാനാണെങ്കിലോ ചൈതന്യമായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. നിർവിശേഷാത്മാ, ഇവിടെ പറയുന്നുണ്ടല്ലോ, നിർവിശേഷാത്മനിഷ്ഠം. അത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ആ ശ്രേഷ്ഠനായ ആ പരമാത്മാവിനെ ജീവാത്മാക്കളായ നമ്മൾ പൂജിക്കണം, ഭജിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് നിർമ്മലമാകും. നമ്മൾ നിർമ്മലമായ മനസ്സിലെ ഭഗവാന്റെ രൂപം തെളിഞ്ഞു പ്രകാശിക്കുള്ളൂ. കണ്ണാടിയിൽ നമ്മുടെ രൂപം പ്രതിബിംബിക്കുമല്ലോ. നമ്മൾ 10 കൊല്ലം കണ്ണാടി തുടച്ചില്ല, അപ്പോൾ എന്ത് പറ്റും? രൂപത്തെ കാണാൻ സാധിക്കില്ല. അതുപോലെയാണ് നമ്മൾ ഭഗവാനെ ഭജിച്ചില്ലെങ്കിൽ ആ മനസ്സാകുന്ന കണ്ണാടിയിൽ അഴുക്കുകൾ, രാഗവും ദ്വേഷവുമാകുന്ന അഴുക്കുകൾ കൊണ്ട് മൂടും. പിന്നെ നമുക്ക് ആ ഭഗവത് രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരില്ല. നമ്മളെ പുണ്യമാണ് ഭഗവാനെ ഭജിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സകല ദുഃഖവും മാറ്റാൻ ഭഗവത് ഭജനം കൊണ്ടേ സാധിക്കുള്ളൂ. ഇവിടെ ആ പരമാത്മാവായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ദർശിക്കുവാനായിട്ട് മനസ്സ് ഭക്തി കൊണ്ട് ആർദ്രവും വിശാലവുമായി ആ ഗജേന്ദ്രന്. അതിനെയാണല്ലോ ഭക്തി എന്ന് പറയുന്നത്. അതിന് വൈരാഗ്യം വേണം. ആ ഭക്തിയുടെ പരമമായ നില തന്നെയാണ് ജ്ഞാനം. അവയെല്ലാം പൂർവ്വജന്മത്തിൽ ശീലിച്ച് സ്വന്തമാക്കിയിരുന്ന ആ ഭക്തന് ഇപ്പോൾ അവയൊക്കെ പൂർവാധികം വളരാനുള്ള സാഹചര്യമുണ്ടായി. നമ്മുടെ ജീവിതമാകുന്ന സമരയാതനയിൽ ഈ ഗജേന്ദ്രൻ കടന്നുപോയതുപോലെയുള്ള പല പല വിഷമഘട്ടങ്ങളിലും നമുക്ക് പോകേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മളെ ഈ മനസ്സിൽ ഈ സംസ്കാരം നമ്മൾ ഉണർത്തണം. അത് നമ്മളെ വേണ്ട വിധത്തിൽ രക്ഷിക്കുകയും ചെയ്യും. എല്ലാവർക്കും ആ ഭഗവത് ഭജനം തുടരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 8. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദീർനാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം. നിർഗുണസ്ഥം നിർഗുണ ബ്രഹ്മത്തിനെ ആധാരമാക്കിയുള്ള സ്തോത്രം സ്തുതി, സമസ്തം മുഴുവനും, ശ്രുത്വാ കേട്ടിട്ട്, ബ്രഹ്മേശാദ്യൈഹി അഹം ന ഇതി അപ്രയാതേ. ബ്രഹ്മാവ്, ഈശൻ തുടങ്ങിയ ദേവന്മാര് ഞാനല്ല, എന്നെയല്ല വിളിച്ചത് എന്ന് പറഞ്ഞ് പുറപ്പെടാതിരുന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സർവാത്മാത്വം, ആ സർവാത്മാവായിട്ടുള്ള ഭഗവാൻ എന്താ ചെയ്തത്? ഭൂര്യകാരുണ്യവേഗാത്, വർദ്ധിച്ച അധികമായ കാരുണ്യത്തോടുകൂടി ദയ കവിഞ്ഞൊഴുകുന്നവനായിട്ട് വേഗം താക്ഷ്യാരൂഢ, തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കയറി, പുരസ്താദ്, ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ, പ്രേക്ഷിത അഭൂഹു, മുമ്പിൽ പ്രത്യക്ഷനായി. ഇവിടെ താക്ഷ്യൻ എന്ന ഗരുഡനെ പറയാൻ കാരണം എന്താണ്? തൃക്ഷൻ്റെ പുത്രനാണ് താക്ഷ്യൻ. തൃക്ഷൻ എന്ന് പറഞ്ഞാൽ കശ്യപൻ. ഗജേന്ദ്രൻ ഏതു സ്തോത്രമാണ് സ്തുതിച്ചത് ഭഗവാനെ? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. വിഷ്ണുവാണല്ലോ രക്ഷിക്കുന്നത്. അതുകൊണ്ട് അഖില ഗുരുവായിട്ടുള്ള ആ നാരായണനെയാണ് ഗജേന്ദ്രൻ സ്തുതിച്ചത്. വിഷ്ണുവാണ് സർവാത്മാവ്. സർവാത്മാവ് ഒരാൾ മാത്രമാണ്. ബ്രഹ്മാവും ശിവനും എന്ന് വേണ്ട എല്ലാ ദേവന്മാരും പ്രപഞ്ചവും വിഷ്ണു, എല്ലാം പ്രപഞ്ചവും എല്ലാം വിഷ്ണു തന്നെയാണ്. വിഷ്ണു എന്നുള്ള വാക്കിൻ്റെ വ്യുൽപ്പത്തി വ്യവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു, സർവത്ര എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന തത്വമാണ് വിഷ്ണു. അതിനാൽ ഏതു സ്തോത്രവും വിഷ്ണുപരം തന്നെയാണ്. എങ്ങുമുള്ള ഭഗവാന് പിന്നെ ഭക്തന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു ബദ്ധപ്പാടുമില്ല. പിന്നെന്തിനാണ് താക്ഷ്യാരൂഢ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണിന് മുമ്പിൽ വന്ന് നിൽക്കുക എന്നാണല്ലോ. എങ്ങും നിറഞ്ഞ തത്വത്തിന് കണ്ണിന് മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് സാധിക്കുമോ? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന തത്വം അതിസൂക്ഷ്മമാണ്. പക്ഷേ ഭക്തൻ്റെ ഉള്ള നിർഗുണ ഭാവാവസ്ഥയിൽ ചെന്ന് മടങ്ങി സഗുണാകാരം സ്വീകരിക്കുമ്പോൾ ഏതൊരു സഗുണാകാരമാണോ തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നത്, അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അത് ആ ഭക്തനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സർവാത്മാവായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ആധിക്യത്തിൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ആ ഗജരാജൻ്റെ മുമ്പിൽ കാണത്തക്കവണ്ണം പ്രത്യക്ഷപ്പെട്ടത്. ഹരി ഓം. ഏത് രൂപത്തിനെയാണോ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകും. നമുക്കറിയാം, കുരൂരമ്മ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ധ്യാനിച്ചത്. ആ അമ്മയുടെ മുന്നിൽ ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ വന്നു. ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ മുന്നിൽ കിശോരപ്രായനായിട്ടുള്ള ഭഗവാനെയാണ് ആ ഭട്ടതിരിക്ക് കാണാൻ സാധിച്ചത്. ഹരി ഓം. എല്ലാവർക്കും നമസ്തേ. ശ്ലോകം 9.
ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വദാരീഃ ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മാ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് ഗരുഡന്റെ പുറത്ത് കയറി പറന്നെത്തിയിട്ട് എന്താ ചെയ്തത്? ഹസ്തീന്ദ്രം തം തം ഹസ്തീന്ദ്രം, ആ ഗജേന്ദ്രനെ ഹസ്തപത്മേന ധൃത്വാ, തൻ്റെ താമര പോലെയുള്ള മനോഹരമായ തൃക്കരങ്ങൾ കൊണ്ട് പിടിച്ചു കയറ്റി. എന്നിട്ട് ചക്രേണത്വം, ഭഗവാനെ അങ്ങ് ആ സുദർശന ചക്രം കൊണ്ട് നക്രവര്യം ദദാരീഹി, ആ മുതല ശ്രേഷ്ഠനെ പിളർന്നു. ഉടനെ മുതല എന്തായി മാറി? ഗന്ധർവേസ്മിൻ, അസ്മിൻ ഗന്ധർവേ, ഈ ഗന്ധർവനായി തീർന്നു. ഗന്ധർവൻ ശാപത്തിൽ നിന്നും മുക്തനായി തൻ്റെ ഗന്ധർവ സ്വരൂപം ധരിച്ച് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ച് തൻ്റെ ഗന്ധർവ ലോകത്തേക്ക് പോയി. ഈ കഥ നേരത്തെ പറഞ്ഞതാണ്. ഗന്ധർവൻ മുതലാകാനുള്ള കാരണം. അങ്ങനെ ഗന്ധർവൻ മുക്തശാപേ, ശാപത്തിൽ നിന്നും മോചനം നേടി. ഇവിടെ ഹസ്തീന്ദ്രനോ? സഹ ഹസ്തി, ഉടനെ തന്നെ ആ ആന ത്വത്സാരൂപ്യം, അങ്ങയുടെ സാരൂപ്യം പ്രാപ്യ, പ്രാപിച്ചിട്ട് ദേദീപ്യതേ സ്മാ, ശോഭിച്ചു. ഗജേന്ദ്രന് സാരൂപ്യമുക്തിയാണ് ഭഗവാൻ നൽകിയത്. ഭഗവത് സ്പർശത്താൽ ഇന്ദ്രദ്യുമ്നൻ സംസാരബന്ധത്തിൽ നിന്നും മുക്തനായി. നീലമേഘശ്യാമളനായി, പീതാംബരധാരിയായി, ചതുർഭുജങ്ങളോട് കൂടിയവനായി ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ച് സാരൂപ്യമുക്തി നേടുകയാണ് ഉണ്ടായത്. തൻ്റെ ഭക്തൻ്റെ കാലിൽ പിടിച്ച മുതലയാണ് ഭഗവാൻ ആദ്യം മുക്തി നൽകിയത്. ആ മുതലയ്ക്കാണ് ഭഗവാൻ ആദ്യം മുക്തി കൊടുത്തത്. ഭഗവാനെ പിടിച്ചില്ലെങ്കിലും ഭഗവാന്റെ ഭക്തൻ്റെ കാല് പിടിച്ചാലും മതി, മുക്തി കിട്ടും. തൻ്റെ ഭക്തന്മാരെയും രക്ഷിക്കും, ഭക്തന്മാരെ ആശ്രയിക്കുന്നവരെയും ഭഗവാൻ രക്ഷിക്കും. ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും പഠിക്കാം. ഇവിടെ ഗരുഡാരൂഢനായി അവിടെ എത്തിയ വിഷ്ണു ഗജേന്ദ്രനെ പിടിച്ചുയർത്തി നക്രത്തെ പിളർന്ന് അവന് ശാപമോക്ഷം നൽകി. ഗജേന്ദ്രൻ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആന, മുതല, ഗരുഡൻ, വിഷ്ണു, ചക്രം, പൊയ്ക എന്നീ ശബ്ദങ്ങൾക്ക് അതൊക്കെ പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആന എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രൻ വിഷയാസക്തനായ ഒരു മനുഷ്യനെയാണ്, മനുഷ്യൻ്റെ പ്രതീകമാണ്. ജലാശയം സംസാര ജീവിതമാണ്. നക്രം ജീവിതബന്ധമുണ്ടാക്കുന്ന രാഗാദികളാണ്. ഗരുഡൻ പരമഹംസൻ്റെയും വിഷ്ണു അനന്തമായ പരബ്രഹ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ചക്രം സംസാരബന്ധം അറുത്ത് കളയാനുള്ള വൈരാഗ്യമാണ്. സംസാര ജീവിതത്തിൽ മൃഗപ്രായനായി സുഖങ്ങളുടെ പിന്നാലെ പായുകയും അതിനാൽ തന്നെ പീഡിതനായി തളർന്ന മോക്ഷമാർഗത്തിലേക്ക് ഗമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ വീണ്ടും പഴയ വാസനാസംഘം പിടിച്ചു വലിക്കുന്നതും അത്യന്ത ശ്രദ്ധാഭക്തികളോടുകൂടിയ സാധന കൊണ്ട് വിരക്തിയുണ്ടായി വിഷയാഭിലാഷത്തെ ജയിക്കുകയും ചെയ്ത് സാക്ഷാൽ ഒരു പരമഹംസ പദത്തിന് അർഹനായി ആത്മസാക്ഷാത്കാരം നേടുന്നതിൻ്റെ പ്രതിച്ഛായയാണ് ഗജേന്ദ്രമോക്ഷം. ഈ സംസാര ജീവിതത്തിൽ മനുഷ്യനെ വലിച്ചഴയ്ക്കാൻ ശപിക്കപ്പെട്ട രാഗദ്വേഷങ്ങളാകുന്ന മുതലയ്ക്ക് വൈരാഗ്യം വരുന്നതോടെ മോചനം ലഭിക്കും. ഇങ്ങനെ പ്രതിരൂപാത്മകമായി ഈ കഥയെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇവിടെ 4 തരം മുക്തിയാണ് ആചാര്യന്മാർ പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നീ മുക്തികളും പിന്നെ സാഷ്ട്യം എന്നൊരു മുക്തിയും കൂടിയുണ്ട്. സാലോക്യം എന്നാൽ ഭഗവത് ലോകത്തിൽ എത്തിച്ചേരുന്നു. സാമീപ്യം എന്നാൽ സകല കർമ്മങ്ങളിലും ഭഗവാൻ കൂടെയുണ്ട്.
സാരൂപ്യം എന്നാൽ ഭഗവാനെ പോലെ തന്നെ ആയിത്തീരുക, ആ ഭഗവാന്റെ രൂപം ആർജിക്കുക. സായുജ്യമുക്തി ഭഗവാനുമായിട്ട് യോജിക്കുക. എങ്ങും നിറഞ്ഞിരിക്കുന്ന വിഷ്ണുതത്വത്തിൽ പോയി ലയിക്കുക, ഐക്യം ഭഗവാനുമായിട്ട് ചേരുക. സാഷ്ട്യം എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തോടു കൂടി ജീവിക്കുക. അപ്പോഴും നമുക്ക് എന്തുണ്ടാവണം? അഹങ്കാരം ഒരിക്കലും വരാതിരിക്കണം. സമുദ്രത്തിൽ എത്തുന്നവരെയാണ് നദിക്ക് ഓരോരോ പേരുകളുള്ളത്. സമുദ്രത്തിൽ എത്തിച്ചേർന്നാലോ അതിന് ഒരു പേരേ ഉള്ളൂ, സമുദ്രം. അതുപോലെ ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് നിരന്തരം നമ്മൾ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്കത് സാധിക്കും. അതിന് നമ്മൾ ഭഗവത് ഭജനം തുടരണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരി ഓം നമസ്തേ. ശ്ലോകം 10. ഏതത് വൃത്തം ത്വം ച മാം ച പ്രഗേയോ ഗായേ സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഇതിൽ ഗജേന്ദ്ര മോക്ഷം എന്ന കഥയുടെ ഫലശ്രുതിയാണ് ഭഗവാൻ സമൂഹത്തിന് നൽകുന്നത്. ഭഗവാൻ സമൂഹത്തിനെ അനുഗ്രഹിക്കുകയാണ്. ഏതത് വൃത്തം, ആരാണോ ഈ ചരിതത്തെയും, ത്വാം ച നിന്നെയും, മാം ച എന്നെയും, പ്രാഗേയഃ ആരാണോ രാവിലെ പ്രഭാതത്തിൽ, പ്രാഗേ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, ഗായേത് പ്രകീർത്തിക്കുന്നത്, കീർത്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഗാനം ചെയ്യുന്നത്, ആരാണോ ഗജേന്ദ്രമോക്ഷം എന്ന കഥയെയും ഇന്ദ്രദ്യുമ്നനെയും ഭഗവാനെയും പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നത്, സഹ അയം ആ ഭക്തൻ, ഭൂയസേ ശ്രേയസേ സ്യാത് അവന്, ആ ഭക്തന് വലിയ ഉത്തമമായ ശ്രേയസ്സുള്ളവനായി തീരും. അവൻ്റെ സകല പാപങ്ങളും നശിക്കും, മുക്തനാകും. അവൻ പ്രാണാവസാന കാലത്തിൽ തന്നിൽ തന്നെ വന്നു ചേരും. ഇത്യുക്തൈനം ഇതി ഉക്ത്വാ ഏനം ഇപ്രകാരം പറഞ്ഞ്, തേന സാർത്ഥം അവനോടുകൂടി, ഇന്ദ്രദ്യുമ്നോടുകൂടി, ധിഷ്ണ്യം വൈകുണ്ഠലോകത്തിലേക്ക്, തൻ്റെ വാസസ്ഥാനത്തേക്ക്, ഗതഃ ത്വം പോയ അല്ലെങ്കിൽ പ്രാപിച്ച, ഹേ വിഷ്ണു അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, വാതാലയേശ ശ്രീ ഗുരുവായൂരപ്പ, ത്വം പാഹി അങ്ങ് എന്നെ രക്ഷിച്ചാലും. ഈ ഗജേന്ദ്ര മോക്ഷം കഥ ആരാണോ പ്രഭാതത്തിൽ പാരായണം ചെയ്യുന്നത് അവർക്ക് ഭഗവത്പാദങ്ങളിൽ ലയിക്കാനായിട്ട് സാധിക്കും. ഇന്ദ്രദ്യുമ്നൻ സാരൂപ്യം പ്രാപിച്ചു. അതിനാൽ ഈ ചരിത്രവും ഗജേന്ദ്രമോക്ഷവും ഇന്ദ്രദ്യുമ്നനെയും തന്നെയും, അതായത് വിഷ്ണുവിനെയും ആരാണോ പ്രഭാതത്തിൽ കീർത്തനം ചെയ്യുന്നത് അവന് ശ്രേയസ്സുണ്ടാകും. ആ സത്യം ഇന്ദ്രദ്യുമ്നനോട് പറഞ്ഞതിന് ശേഷം ഇന്ദ്രദ്യുമ്നനോട് കൂടി തന്നെ വിഷ്ണു വൈകുണ്ഠലോകത്തിലേക്ക് പോയി. ഭക്തവത്സലനായ ഭഗവാൻ ഇന്ദ്രദ്യുമ്നനെ എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും മുക്തി നൽകി രക്ഷിച്ചതുപോലെ തന്നെയും എല്ലാ ആമയങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ഭട്ടതിരിപ്പാട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഭഗവാൻ ഭക്തവത്സലനാണ്. തന്നെ ആശ്രയിച്ച ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവെടിയുകയില്ല. ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇപ്രകാരം ഇന്ദ്രദ്യുമ്നനെ എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും മുക്തി നൽകി രക്ഷിച്ച അങ്ങ് എന്നെയും എല്ലാ ആമയങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഒക്കെ എന്നെ രക്ഷിക്കണേ. എല്ലാ ദുഃഖവും വേദനയും കഷ്ടപ്പാടും ദുരിതം ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഭട്ടതിരിപ്പാട് ഉപസംഹരിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ഈ അധ്യായം, ഈ ഗജേന്ദ്രമോക്ഷം കഥ എല്ലാവരും തന്നെ രാവിലെ പാരായണം ചെയ്യണം. അതിൻ്റെ ഫലശ്രുതി ഭഗവാൻ തന്നെയാണ് ഇന്ദ്രദ്യുമ്നനോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത കുട്ടികൾക്ക് കൂടി ഇത് പകർന്നു കൊടുക്കണം. അവരും ആ ഭഗവാനെ ഭജിച്ച് ഭഗവത് പാദങ്ങളിൽ ഉറച്ച ഭക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗജേന്ദ്രമോക്ഷം കഥ ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥൻ്റെ പാദങ്ങളിലും ഗുരുപരമ്പരയുടെ പാദങ്ങളിലും എല്ലാ പഠിതാക്കൾക്കും ആയിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗജേന്ദ്ര സ്തുതി കൂടി പാരായണം ചെയ്യണം. എങ്കിലേ ആ ദശകം പൂർത്തിയാകുള്ളൂ. അതുകൊണ്ട് അത് പാരായണം ചെയ്യുകയാണ്. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പീലി ചാർത്തി മാല ചുറ്റി മോടിയാർന്ന മൂടി കുന്തളങ്ങളിണങ്ങുന്ന ഗോപിയാർന്ന നെറ്റി നമ്മളെ തണുപ്പിപ്പാനായി തെല്ലിളക്കും ചില്ലി ശ്രോത്രവീഥി കവിഞ്ഞേഴും നേത്രനീരജങ്ങൾ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. എള്ളിനുള്ളിൽ പള്ളകറ്റാനുള്ള നല്ല നാസ കുണ്ടലങ്ങൾ നിഴലിക്കും കോമളഗണ്ഡങ്ങൾ ഉണ്ണുവാനായി നിരന്തരം വേണു തേടും ചുണ്ടും ചണ്ഡശംഖിനിയറ്റുന്ന നീണ്ട കണ്ഠനാളം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. താരിൽ മങ്ക താരാട്ടിനായി തീറുവിറ്റ മാറും രണ്ടു നല്ല മങ്കമാരെ പൂണ്ടരുളും കൈകൾ മാമുനീന്ദ്ര ചരണാംഗം മാറിലാടും മാല വൈനതേയ വേഗം മൂലം കാറ്റിലാടും പട്ടും. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ഓമനക്കാലടിയണി പൊന്മണി താളകൾ നീരെഴുന്ന നിരതത്തിൽ നേരിൽ നിന്ന നീറം പക്ഷപാത സാമഘോഷ പക്ഷപാത നാട്യം തുമ്പിയാലെ മലർ ചാർത്തി കുമ്പിടും ഗജേന്ദ്രൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു ചക്രപാണി പാണി സ്പർശാൽ
നക്രപാശം പൊട്ടി പച്ചിലദ്രുപ്രഭയോടും സച്ചിദിന്ദ്രദ്യുമ്നൻ പുഞ്ചിരിത്തു മലർതൂകി പൊൻചിലമ്പണിഞ്ഞു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. നെഞ്ചിലാടം മാല കാഞ്ചി അഞ്ചിത പൊൻപട്ടും കങ്കണവുമണിഞ്ഞുടൻ പങ്കജാക്ഷാംഗ്രിയിൽ വീണു ബാഷ്പം തൂകി തൂകി കേണുമുത്തിൽ മുങ്ങി. രണ്ടു താക്ഷ്യന്മാരിലേറി രണ്ടുപേരുമോപ്പം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. അല്ലലന്യേ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണം ചേർന്നവാനിൽ ചേലിയറ്റി പൊങ്ങി. അൻപകന്നോരും ബർഗോനും അമ്പരന്നോടുമ്പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കെ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. ഇച്ചരിത്രം പാടിയതാം വാഴക്കുന്നമ്പൽക പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമസ്തേ.